താങ്ക് ഗോഡ്, സ്തോത്രം. അറിയല്ലോ, രതീഷാണേ. നമ്മളൊക്കെ ഭക്തന്മാരാണ് അല്ലേ? ദൈവത്തെ സേവിക്കുന്നവർ. ഇപ്പോൾ ക്രിസ്തു മതത്തിലായിരുന്നാലും ഇതര മതങ്ങളിലായിരുന്നാലും ഭക്തന്മാരുണ്ട്. അപ്പോൾ ഭക്തന്മാരെ 4 വിധത്തിൽ തരംതിരിക്കുവാൻ കഴിയും. നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായി പോകുന്നത് ആ 4 വിധത്തിലുള്ള ഭക്തന്മാർ. അവർ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നത്. നമ്മൾ ഇതിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? നമ്മൾ ഏത് വിഭാഗത്തിൽ ആയിരിക്കണം? അപ്പോൾ വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ വചന സന്ദേശത്തോടൊപ്പമായിരുന്നാട്ടെ. ചിലരുടെ ഭക്തി അല്ലെങ്കിൽ ദൈവത്തോടുള്ള സമീപനം ഇന്ന് മാറുവാൻ പോകുക. ചിലർ തിരിച്ചറിഞ്ഞ് മാറുവാൻ പോകുന്നു. അറിയാതെ ഫോളോ ചെയ്തു വന്ന ആ വിഭാഗത്തിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന വിഭാഗത്തിലേക്ക്, കേട്ടവരിൽ നിന്നും കണ്ടവരിൽ നിന്നും പ്രാപിക്കുന്നവരും അനുഭവിക്കുന്നവരുമായി അതിനായി തന്നെ. അപ്പോൾ 4 വിഭാഗങ്ങൾ. ഒന്നാമത്തെ വിഭാഗം അർത്ഥാർത്ഥൻ. സംസ്കൃത വാക്കാണ് കേട്ടോ, ഭാഗവതത്തിലുള്ള കാര്യമാണ്. അർത്ഥാർത്ഥൻ എന്ന് പറഞ്ഞാൽ സ്വാർത്ഥൻ. ലോകത്തിലുള്ള എല്ലാവരും മോശക്കാരാണ്. ഞാൻ മാത്രം, അല്ലെങ്കിൽ ഈ ലോകത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനോ പ്രാപിക്കുവാനോ കഴിവുള്ള ഒരുവൻ. ബാക്കി എല്ലാവരും ബൈബിൾ പറയുന്നത് പോലെ പാപം ചെയ്ത് കൊള്ളരുതാത്തവരായി തീർന്നു, ദൈവ തേജസ് നഷ്ടപ്പെടുത്തി. അങ്ങനെയുള്ളവരാണ്. അവർക്കൊന്നും ദൈവത്തിൽ നിന്ന് കിട്ടത്തില്ല. അല്ല, കിട്ടരുത്, എനിക്ക് മാത്രമേ കിട്ടാവൂ അല്ലേ? ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? വെള്ളപ്പൊക്കം വന്ന് സകലം നശിച്ചാലും ഞാനും എൻ്റെ ഭാര്യയും തെക്കേലെ തട്ടാനും. ഉരുപ്പടി വേണമല്ലോ ഭാര്യയിൽ. നോക്കിയേ, എല്ലാവരും നശിച്ചു പോകണം, ഞാൻ മാത്രം നന്നായിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. ഇവർ പറയും ഇവർക്കൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. അത് തന്നെ പറഞ്ഞുതരാം. ഇവർക്കൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഒപ്പമുള്ള ആർക്കും കിട്ടരുത്, അവരെല്ലാം നശിച്ചു പോകണം. എനിക്കൊന്നും തന്നില്ലെങ്കിലും കുഴപ്പമില്ല കർത്താവേ, അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവനെല്ലാം നശിച്ച് നാറാണക്കല്ല് പിടിക്കണം. സ്വാർത്ഥത, തങ്ങളുടെ മാത്രം നന്മ, തങ്ങളുടെ മാത്രം അനുഗ്രഹം, തങ്ങളുടെ മാത്രം സന്തോഷം, ബാക്കിയുള്ളവരെല്ലാം ദുഃഖിച്ചിരിക്കുമ്പോൾ എനിക്ക് സന്തോഷിക്കണമെന്നുള്ള ഭാവം. അങ്ങനെയുള്ളവരെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. അപ്പോൾ അവരിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും, നീയൊക്കെ നരകത്തിലേ പോകത്തുള്ളൂ, നരകത്തിലെ വിറകുകൊള്ളികളാണ്. അപ്പോൾ ചിലർ അല്പം കൂടെ പ്രാസമോൽപ്പിച്ച് പറയും, സ്വർഗം തരിശു കിടന്നാലും നീയൊന്നും ഒരൊറ്റ എണ്ണ അവിടെ കേറത്തില്ല അല്ലേ? കേട്ടിട്ടില്ലേ? വിറകുകൊള്ളിയാ നീയൊക്കെ, നരകത്തിൽ കിടന്ന്. എന്താ അങ്ങനെ അറിയാവുന്നു? അല്ല, അറിയൊന്നും വേണ്ട, ആ വിഭാഗത്തിൽ നിന്ന് പുറത്തു വരണം, അതിനാ പറയുന്നത്. അപ്പോൾ ഇവരാരെ പോലെയാ? വേദപുസ്തകത്തിലേക്ക് വന്നേ. ആ പരീശനെ പോലെ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ആലയത്തിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്ന 2 പേരെ പരിചയപ്പെടുത്തുകയാണ്. ഒന്നൊരു പരീശനും ഒന്നൊരു ചുങ്കക്കാരനും. അപ്പോൾ ഈ പരീശന്റെ പ്രാർത്ഥന നമുക്കറിയാമല്ലോ. പരീശൻ പറയുകയാണ്, കർത്താവേ നീ തോണ്ടേ അങ്ങോട്ട് നോക്ക്, ഒരുത്തൻ ചുങ്കക്കാരൻ, അയ്യേ കൊള്ളരുതാത്തവൻ, മോശക്കാരൻ, പാവി, ഇവനൊക്കെ വരുന്ന ആലയത്തിൽ വരേണ്ടി വന്നത് തന്നെ എൻ്റെ ഗതികേട് അല്ലേ? എത്രയോ തവണ കേട്ടിട്ടുള്ളതോ, പറഞ്ഞിട്ടില്ലേ? അപ്പോൾ അവനങ്ങനെ ചൂണ്ടിക്കാണിച്ച് കുറ്റം പറയുക, എന്നിട്ട് തന്നെ അങ്ങ് പോക്കുക. ഞാൻ മാത്രമേ ഉള്ളൂ ദൈവമേ നിനക്കൊപ്പം നിൽക്കാൻ, കട്ടയ്ക്ക് നിൽക്കുവാൻ ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനാണ് വിശുദ്ധൻ, ഞാൻ ഉപവസിക്കുന്നു, പതാരം കൊടുക്കുന്നു. അയ്യോ, പുള്ളിക്ക് പറഞ്ഞിട്ടും സ്വന്തം മഹത്വം വർണ്ണിച്ചു തീരുന്നില്ല. അപ്പോൾ പരീശൻ, സ്വാർത്ഥൻ, അവന് കിട്ടരുത്, ചുങ്കക്കാരന് കിട്ടരുത്, എനിക്ക് മാത്രം കിട്ടണം, ഞാൻ മാത്രമേ അങ്ങനെ ഉള്ളൂ എന്ന് ചിന്തിക്കുന്നവർ. അർത്ഥാർത്ഥൻ, സ്വാർത്ഥൻ. 2 ആർത്ഥൻ. അവരെ കുറിച്ച് പരാതിപ്പെട്ടി എന്ന് പറയാം. പരാതിപ്പെട്ടി എന്ന് വെച്ചാൽ എന്താ? ഈ സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ പരാതിപ്പെട്ടി വെച്ചേക്കും. ആ സ്ഥാപനത്തിലുള്ള എന്തെങ്കിലും ഒരു സേവനം, ഒരു വ്യക്തിയുടെ ഇടപാട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, അതിനൊരു പരാതി ഉണ്ടെങ്കിൽ നമുക്ക് ആ പരാതിപ്പെട്ടിയിൽ ആ പരാതി എഴുതി നിക്ഷേപിക്കാം. ആ പരാതിപ്പെട്ടിയിൽ വീഴുന്ന പരാതികൾ ഒരു പ്രത്യേക സമയത്ത് ഈ സ്ഥാപനത്തിന് മുകളിലുള്ള ഉദ്യോഗസ്ഥർ വന്ന് പരിശോധിച്ച് അതിന് നമുക്ക് പരിഹാരം വരുത്തി തരും. ഈ പരാതിപ്പെട്ടിക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇതിനകത്ത് അവിടെയുള്ള പരാതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ മാത്രമേ എഴുത്തുകളായി വീഴത്തുള്ളൂ. അവിടെ നല്ലത് ചെയ്യുന്ന ഒത്തിരി പേര് കാണുമല്ലോ, നല്ല കാര്യങ്ങളോടെ നടക്കുമല്ലോ, പക്ഷെ അതിനെക്കുറിച്ചൊന്നും പരാതിപ്പെട്ടിക്കകത്ത് വീഴത്തില്ല. ഇതുപോലെ തന്നെയാണ് ആർത്ഥൻ അഥവാ പരാതിപ്പെട്ടിക്കാരൻ. അവർ ഈ ലോകത്തിൽ കാണുന്നതെല്ലാം ദുഃഖവും കഷ്ടവും കണ്ണുനീരും എന്ന് പറഞ്ഞാൽ ഏത് സമയവും കരയാനുള്ളത് മാത്രമേ അവർക്ക് ഈ ലോകത്തിൽ കാണുവാനുള്ളൂ. അപ്പോൾ അതിന് കാരണം എന്താ? നമ്മൾ ഒരു കഷ്ടത്തിലായി, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം കടന്നു വന്നു. അപ്പോൾ
ഇങ്ങനെയുള്ളവർ ഈ പ്രശ്നത്തെ മാത്രം കാണും. പ്രശ്നത്തെ പർവ്വതീകരിച്ച് കാണുകയും, ശ്രദ്ധിക്കണമേ, പ്രശ്നത്തെ പർവ്വതീകരിച്ച് കാണുകയും. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പ്രശ്നം മാത്രമല്ല, ഉദാഹരണം രോഗം ഒരു വലിയ പ്രശ്നമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ കണ്ണുനീരും നിരാശയും ദുഃഖവും ഒക്കെ കൊണ്ടുവരുന്നതാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും രോഗമെന്ന വലിയ പ്രശ്നത്തിലായിരിക്കുന്നവരുണ്ട്. ഈ പ്രശ്നത്തെ നമ്മൾ പർവ്വതീകരിച്ച് കാണുമ്പോൾ, രോഗമെന്ന പ്രശ്നത്തെ നമ്മൾ പർവ്വതീകരിച്ച് കാണുമ്പോൾ, രോഗിയായിരിക്കുമ്പോഴും നമുക്ക് ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാണ്. പല രോഗങ്ങളിൽ നിന്നും നമുക്ക് നിസ്സാരമായി പുറത്തു വരുവാൻ കഴിയും. ശാസ്ത്രം അത്രമാത്രം ദൈവം നൽകിയ ബുദ്ധിയാൽ വികസിച്ചിരിക്കുന്നു. അപ്പോൾ പരിഹാരമുണ്ട്, അത് നമ്മൾ മറന്നുപോകുന്നു. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും അസുഖം വന്നാൽ ചികിത്സിക്കുവാനുള്ള നിവർത്തിയുണ്ട്. ഒരു അസുഖം വന്നാൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു ബലഹീനത വന്നാൽ എപ്പോഴാണ് നമ്മൾ ഏറ്റവും അധികം തകർന്നു പോകുന്നത്? നമുക്കൊപ്പം ആരുമില്ല എന്ന തിരിച്ചറിവ്, അല്ലെങ്കിൽ അങ്ങനെ ആരുമില്ലാതിരിക്കുമ്പോൾ. എന്നാൽ പലരും സന്തോഷത്തോടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവദാസനെ, രോഗം കഠിനമാണ്, പ്രശ്നമാണ്, വേദനയാണ്, പക്ഷേ അതിന് മധ്യത്തിലാണ് എൻ്റെ മക്കളുടെ സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞത്. ഒരു അമ്മ, ക്യാൻസർ ബാധിച്ച ഒരമ്മ, ആ അമ്മ സെക്കൻഡ് സ്റ്റേജാണ് ക്യാൻസറിൻ്റെ. നമ്മുടെ തിരുവനന്തപുരം RCCയിലാണ് ചികിത്സ. അതിനോടൊപ്പം തന്നെ പ്രൈസർ ഫാമിലിയുടെ പ്രാർത്ഥനയും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആ റിപ്പോർട്ടൊക്കെ നെഗറ്റീവായി തുടങ്ങി. ആ ടിഷ്യൂസിൻ്റെ വളർച്ചകളെല്ലാം നിലച്ചു. അമ്മ സന്തോഷത്തോടെ തൻ്റെ മക്കളെയും കൂട്ടി ഭവനത്തിൽ കടന്നു വന്നു. വലിയ മുതിർന്ന മക്കളാണ്. അമ്മ ഇരുന്ന് ഒത്തിരി നേരം സംസാരിച്ചു. അവസാനം എൻ്റെ കയ്യിൽ പിടിച്ചു വെച്ചിട്ട് ഒരു മകനോടൊന്നുപോലെ അമ്മ പറഞ്ഞതാണ്, ദേവദാസനെ, ഈ രോഗം വന്നപ്പോഴാണ് എൻ്റെ മക്കളുടെ സ്നേഹം എനിക്ക് മനസ്സിലായത്. എനിക്കറിയില്ലായിരുന്നു എന്നെ ഇത്രമാത്രം എൻ്റെ മക്കൾ സ്നേഹിക്കുന്നുണ്ടെന്ന്. ഞാൻ അവരെക്കുറിച്ച് പരാതി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവർ വഴക്കാളികളാണ്, അവർ പറഞ്ഞാൽ കേൾക്കത്തില്ല, തന്നിഷ്ടമാണ്. ഞാൻ ഒന്ന് പറഞ്ഞാൽ അവർ രണ്ട് പറയും. അയ്യോ, എനിക്ക് പരാതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ രോഗിയായി തീർന്നപ്പോൾ ഞാൻ എൻ്റെ മക്കളുടെ സ്നേഹം അറിഞ്ഞു. എന്നെക്കാൾ ഞാൻ അനുഭവിച്ച രോഗത്തിൻ്റെ തീവ്രതയും കഠിനതയും അനുഭവിച്ചത് എൻ്റെ മക്കളാണ്. അവരുടെ കണ്ണുകളിൽ എന്നോടുള്ള സ്നേഹത്തിൻ്റെ ആഴം ഞാൻ തിരിച്ചറിഞ്ഞു. അയ്യോ, ഇല്ലേ ഒപ്പം ഒരാവശ്യം വരുമ്പോൾ നമുക്കൊപ്പം നിൽക്കുവാൻ നമ്മുടെ ഭർത്താവ്, നമ്മുടെ മക്കൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ഇങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. രോഗം പ്രശ്നം തന്നെയാണ്, കുഴപ്പം തന്നെയാണ്, കണ്ണുനീരിന് കാരണം, ശരി, സമ്മതിച്ചു. എങ്കിലും ഈ രോഗത്തെ മാത്രം പർവ്വതീകരിച്ച് കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള മറ്റനേകം നന്മകളെ നാം പാർശ്വവൽക്കരിച്ച് അതിൻ്റെ സന്തോഷം അനുഭവിക്കാതെ വിട്ടുകളയുന്നു. കടം പ്രശ്നമാണ്, പക്ഷേ കടം തീർക്കാൻ ഒരു ജോലിയുണ്ട്. അല്ലെങ്കിൽ ആ പ്രശ്നത്തിൽ തളർന്നു പോകാതെ ഒപ്പം നിൽക്കുവാൻ നമുക്ക് വേണ്ടപ്പെട്ടവരുണ്ട്. അതിൽ നിന്ന് പുറത്തു വരുവാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇങ്ങനെ ഒത്തിരി അനുകൂലമായ ഘടകങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. സത്യമാണ്. നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ നോക്ക്. നിങ്ങൾ നിങ്ങളുടെ പ്രശ്നത്തിലേക്ക് മാത്രം നോക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ പ്രശ്നത്തെ മാത്രം പർവ്വതീകരിച്ച് കാണുന്നത് കൊണ്ടാണ് പരാതി പറയുവാനും കരയുവാനും മാത്രം നിങ്ങൾക്ക് വാ തുറക്കേണ്ടി വരുന്നത്. കരച്ചിലാണ് എല്ലാം പ്രശ്നം. എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ തന്നതെല്ലാം പ്രശ്നമാണ്, എനിക്ക് ദുഃഖം മാത്രമേ ഉള്ളൂ, എനിക്ക് കഷ്ടം മാത്രമേ ഉള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും ആയിരിക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മൾ പ്രശ്നത്തിലാണ്. നിങ്ങൾ രോഗികളായി ഭാരപ്പെടുന്നുവെങ്കിൽ നിങ്ങൾക്ക് രോഗമാണ് വലിയ പ്രശ്നം. മറ്റു ചിലർക്ക് കടമാണ് വലിയ പ്രശ്നം. അയ്യോ, രോഗമുള്ളവർ പറയും, വേറെ എന്ത് പ്രശ്നമാണെങ്കിലും ഞാൻ സഹിച്ചേനെ, രോഗം വന്നു പോയല്ലോ. കടമുള്ളവർ പറയും, വേറെ എന്ത് പ്രശ്നമാണെങ്കിലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു, കടം വന്നു പോയല്ലോ. എല്ലാ പ്രശ്നങ്ങളും ഇങ്ങനെ തന്നെയാണ്. ആ പ്രശ്നമാണ് ലോകത്തിൽ ഏറ്റവും വലിയത് എന്ന് നമ്മൾ ചിന്തിക്കും. നമ്മുടെ സന്തോഷങ്ങളെ നാം ത്യജിച്ചു കളയും. കരച്ചിൽ മാത്രം, കരച്ചിലൊഴിഞ്ഞ സമയമില്ല. അവരെക്കുറിച്ച് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരു ഉപമ പറയുന്നുണ്ട്. ഇവിടെ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ. അവിടെ ധനവാനായൊരു മനുഷ്യൻ വിദേശത്തേക്ക് പോകുന്നു. അപ്പോൾ ആ മനുഷ്യൻ തൻ്റെ 3 ഭൃത്യന്മാരെ അരികെ വിളിച്ചു. അവരുടെ പ്രാപ്തി താൻ മനസ്സിലാക്കിയതുപോലെ തൻ്റെ സമ്പത്ത് അവർക്ക് വീതിച്ചു നൽകി. അപ്പോൾ ഒരുവൻ 5 കിട്ടി, ഒരുവന് 2 കിട്ടി, ഒരുവന് 1 കിട്ടി. ആ ഭാഗത്ത് വളരെ മനോഹരമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. 5 കിട്ടിയവൻ 5 കൂടെ നേടി, 2 കിട്ടിയവൻ 2 കൂടെ നേടി, 1 കിട്ടിയവൻ അതിനെ കുഴിച്ചിട്ടു. യജമാനൻ മടങ്ങി വന്നു, ദാസന്മാരെ അടുക്കൽ വിളിച്ചു, നിങ്ങളുടെ കയ്യിൽ ഞാൻ തന്നത് എവിടെയെന്ന് ചോദിച്ചു. 5 കിട്ടിയവൻ സന്തോഷത്തോടുകൂടെ അടുത്തു ചെന്നു
ഒരു 5 കൂടെ താൻ നേടിയത് കാണിച്ചു. യജമാനനുമായി ചേർന്ന് സന്തോഷം പങ്കുവച്ചു. യജമാനൻ ആ ഭൃത്യനോട് പറഞ്ഞു, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നിങ്ങൾ ആ പദം ശ്രദ്ധിക്കുക, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, എൻ്റെ സന്തോഷത്തിൽ പ്രവേശിക്കുക. രണ്ടാമനും കടന്നു വന്നു, അതേ സന്തോഷം 2 4 മാറിയിരിക്കുന്നു. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, എൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. മൂന്നാമൻ കടന്നു വന്നു, കാരണങ്ങൾ ഒത്തിരി പറഞ്ഞു. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്താത്ത കാരണങ്ങളും അവന് പറയുവാനുണ്ടായിരിക്കും. ഒന്നേ കിട്ടിയുള്ളൂ, ഒന്ന് മാത്രമേ ഉള്ളൂ. യജമാനൻ വലിയ പ്രശ്നക്കാരനാണ്, എനിക്ക് തന്നത് 1 അവർക്കൊക്കെ 2 5 കൊടുത്തു, ഈ 1 അതുകൊണ്ട് ഞാൻ കൊണ്ട് കുഴിച്ചിട്ടു. യജമാനൻ എന്താ പറഞ്ഞേ? ദുഷ്ടദാസനെ, നല്ല ദാസനെ എന്നുള്ള പേര് മാറി ദുഷ്ടദാസനെ, അവിശ്വസ്തനെ. ദൈവം ഈ യജമാനനെ പോലെ നമ്മുടെ കയ്യിൽ തന്ന അല്പത്തെ നോക്കുന്നുണ്ട്. അതൊരു വലിയ സംഭവമൊന്നുമല്ല. 5 ദ്രഹ്മ, 2 ദ്രഹ്മ, 1 ദ്രഹ്മ. തുടങ്ങുന്നത് ഇങ്ങനെയാണ്, അവനവന്റെ പ്രാപ്തി പോലെ കൊടുത്തു. പ്രിയരെ, ചിലർക്ക് ഒരുപാട് നന്മകളും ഒരുപാട് അനുഗ്രഹങ്ങളും സന്തോഷിക്കുവാൻ വേണ്ട ഒരുപാട് കാര്യങ്ങളും ഉണ്ടായിരിക്കാം. നമുക്ക് കുറച്ചേ കാണത്തുള്ളൂ. തിരിച്ചറിയുക, നമ്മെ സൃഷ്ടിച്ച ദൈവത്തിന് അറിയാം നമുക്ക് എത്ര തരണം, നമുക്ക് എന്ത് കിട്ടിയാലാണ് നമുക്ക് സന്തോഷമായി മുൻപോട്ട് പോകുവാൻ കഴിയുക. ഒരു അപ്പനായി ഒരു അമ്മയായി നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മതി, നിങ്ങളുടെ മക്കൾക്ക് എങ്ങനെയാണ് കൊടുക്കുന്നത്. അവരുടെ പ്രാപ്തി പോലെ കൊടുക്കത്തുള്ളൂ. ഒരു ചെക്കൻ രാവിലെ 6 ഇഡലി കഴിക്കും, നല്ലത്, സന്തോഷം, അപ്പനും അമ്മയുടെ സന്തോഷമാ മക്കൾ വയറ് നിറയെ ആഹാരം കഴിക്കുന്നത്. ഒരുത്തൻ 2 കഴിക്കത്തുള്ളൂ. ആദ്യമൊക്കെ നിർബന്ധിക്കും, അവൻ അത്രേ കഴിക്കത്തുള്ളൂ. ജീവിതകാലം മുഴുവനും അവൻ 6 കൊടുത്തിട്ടേ അടങ്ങൂ എന്ന് വാശി പിടിക്കുമോ നമ്മൾ? ഇല്ല. പിന്നെ അവൻ ആവശ്യമുള്ളത് കൊടുക്കും, അല്ലേ? അപ്പോൾ നമ്മുടെ പ്രാപ്തി പോലെയാണ് ദൈവം ഓരോന്നും തരുന്നത്. എല്ലാവരുടെ ജീവിതത്തിലും അങ്ങനെ തന്നെ. ആ കിട്ടുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? ആ കിട്ടുന്നതിനെ നമ്മൾ വ്യയം ചെയ്യുവാൻ തയ്യാറായാൽ, അഥവാ അതിൽ സന്തോഷിക്കുവാൻ തയ്യാറായാൽ. 5 കിട്ടിയവന് ഹാപ്പിയായി. 5 കിട്ടിയവൻ പറഞ്ഞു, അയ്യോ എൻ്റെ യജമാനൻ എന്നെ മാനിച്ചു, എനിക്ക് തന്നു. 2 കിട്ടിയവൻ പറഞ്ഞു, അയ്യോ എൻ്റെ യജമാനൻ മാനിച്ചു, എനിക്ക് തന്നു. പറയുവാൻ കഴിയുമോ? രോഗമുണ്ട്, ശരിയാണ്, പക്ഷേ ഞാനിപ്പോഴും ജീവനോടിരിക്കുന്നു, ജീവനുള്ളവരുടെ ദേശത്ത് ഞാനായിരിക്കുന്നു. അർത്ഥം, സൗഖ്യമാകുവാൻ എനിക്ക് അവസരമുണ്ട്, ഇതിൽ നിന്ന് എനിക്ക് പുറത്തു വരുവാൻ അവസരമുണ്ട്, ഇനിയും ഒരു നല്ല കാലം എനിക്ക് മുമ്പിൽ ശേഷിക്കുന്നുണ്ട്. സന്തോഷിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും തയ്യാറുണ്ടോ? ആ അല്പത്തിൽ നിങ്ങൾ സന്തോഷിച്ചാൽ വചനം പറയുന്നു, ദൈവം അവനെ അധികത്തിൽ വിചാരകനാക്കി മാറ്റും. നിങ്ങൾ എത്രത്തോളം പ്രാപിക്കുവാൻ പോകുന്നു എന്നുള്ളത് നിങ്ങളുടെ ഈ തീരുമാനത്തെ പൊറുത്തിരിക്കും. അർത്ഥം, നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള അല്പ സന്തോഷത്തിൽ എങ്ങനെ സന്തോഷിക്കുന്നു, ആ ചെറിയ ജോലിയിൽ എങ്ങനെ സന്തോഷിക്കുന്നു, ആ ചെറിയ വരുമാനത്തിൽ എങ്ങനെ സന്തോഷമായി ജീവിക്കുന്നു, കുടുംബത്തിനകത്തുള്ള ചെറിയ സന്തോഷത്തിൽ നിങ്ങൾ എങ്ങനെ മുൻപോട്ട് പോകുന്നു. അവരുടെ വിദ്യാഭ്യാസമൊക്കെ ചെറിയ വിദ്യാഭ്യാസങ്ങളാണ്. വലിയ കോഴ്സിനൊന്നും അവർ ചേർക്കുവാൻ കഴിഞ്ഞില്ല, വലിയ ഉന്നത വിജയങ്ങളൊന്നും അവർക്കില്ല, എങ്കിലും അതിൽ സന്തോഷിക്കും. അവരുടെ അല്പത്തിൽ നിങ്ങൾ സന്തോഷിക്കുമ്പോൾ ദൈവം അതിനെ അധികമാക്കി മാറ്റും. അധികമാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞേ, നിങ്ങളുടെ അല്പത്തെ അധികമാക്കി മാറ്റുന്ന ഒരു യജമാനൻ ദൈവമുണ്ട്. ആ അല്പത്തിൽ സന്തോഷിക്കുക, ഉള്ള അല്പത്തിൽ സന്തോഷിക്കുക പ്രിയരെ. അപ്പോ രണ്ടാമത്തത് ആർത്തൻ അഥവാ പരാതിപ്പെട്ടി ആണോ? അതിലാണോ? പലരും അങ്ങനെയാണ്. മൂന്നാമത്തേത് ജിജ്ഞാസുക്കൾ. അപ്പോൾ അതിൻ്റെ മലയാളം നിങ്ങൾ കണ്ടുപിടിച്ചോ. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്താ? ഇവർ പുസ്തകത്തിൽ നിന്ന് മുഖമെടുക്കത്തില്ല, അറിവ് വർദ്ധിപ്പിക്കുവാനുള്ള പരക്കം പാച്ചില്ല, പഠിച്ചുകൊണ്ടേയിരിക്കുക. എന്ന് തീരുമെന്ന് ചോദിച്ചാൽ ഒരറിവുമില്ല, ഒരിക്കലും തീരത്തില്ല എന്നാണ് പറയുന്നത്. നമ്മളൊക്കെ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചിട്ടുണ്ട്, മക്കളെയും പഠിപ്പിക്കുന്നുണ്ട്. എന്തിനാ? അവർ പഠിച്ച് ഒരു സമയം കഴിയുമ്പോൾ അവർക്ക് ജോലി കിട്ടി, അവർ അതിൻ്റെ സന്തോഷം അനുഭവിക്കണം, അവർ ജീവിക്കണം, അല്ലേ? പഠനത്തിൻ്റെ എല്ലാം ലക്ഷ്യം അതാണ്. ജീവിതകാലം മുഴുവൻ പഠിക്കാനുണ്ട്, അതൊക്കെ ശരി, അതൊക്കെ ഇവിടെ ഒരു വശത്ത് നിൽക്കട്ടെ. പക്ഷേ ജീവിതകാലം മുഴുവൻ നമ്മളാരും സ്കൂളിലും കോളേജിലും പോയി പഠിക്കത്തില്ലല്ലോ. കാരണം ഒരു സമയത്ത് പഠിക്കുന്നു, അത് കഴിഞ്ഞ് ആ പഠിച്ചതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കണം, അല്ലേ? അതിനല്ലേ മക്കളെ പറഞ്ഞു വിടുന്നേ, നല്ലവണ്ണം പഠിക്കടാ ചെക്ക, ഇപ്പം പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് കിടന്ന് കഷ്ടപ്പെടണ്ട. അത് തന്നെ. അപ്പോ ഇവിടെ അതൊന്നുമില്ല. പഠിത്തം തീരുന്നില്ല. എങ്ങനെ അവരറിയാൻ പറ്റും? പ്രമാണം, പിതാക്കന്മാരുടെ ഉപദേശം. അയ്യോ,
ഒരു രക്ഷയുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ളവർ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. ഈ പുള്ളി നിൽക്കുന്ന സ്റ്റേജും ഈ പുള്ളി ഇട്ടിരിക്കുന്ന ഉടുപ്പും കയ്യിലിരിക്കുന്ന മൈക്കും പോയിട്ട് ബാക്കിയെല്ലാം അശുദ്ധിയാണ്. മനസ്സിലായില്ലേ? ഇവര് ഈ സംഭവം മാത്രം വിശുദ്ധിയും ബാക്കിയെല്ലാം അശുദ്ധിയുമാണ്. അയ്യോ, പുള്ളിക്കാരനോടെയൊക്കെ ജീവിക്കുന്ന ഭാര്യയും കുഞ്ഞുങ്ങളെ സമ്മതിക്കണം. അല്ലെ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ലോകത്തുള്ള എല്ലാം മോശമാണ്. ഇവർക്ക് ആരെ കുറിച്ചും കുറ്റം പറയാം, ആരെ എന്തും പറയാം, മോശം പദങ്ങൾ ഉപയോഗിക്കാം. ക്രിസ്ത്യൻ എത്തിക്സ്, ധാർമ്മിക ജീവിതം എന്നൊന്നുണ്ട്. മര്യാദയ്ക്ക് സംസാരിക്കുക, അന്യനെ ബഹുമാനിക്കുക, നമുക്ക് മുമ്പിലിരിക്കുന്ന ഒരാളിന് വേദനിക്കാത്ത രീതിയിൽ അവരോട് ഇടപെടുക, അതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ വിശുദ്ധന്മാർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അവർ പഠിപ്പിക്കും, നിങ്ങൾ നോക്കരുത്. പക്ഷെ ഇവർ വർണ്ണിക്കും അശ്ലീല ചുവയോടെ. എന്നിട്ട് പറയും ഉപദേശം, പിതാക്കന്മാരുടെ ഉപദേശം, പ്രമാണം. ഇവരെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഇവർ അക്ഷരത്തിന്റെ ശുശ്രൂഷക്കാരാ. പഠിച്ച് അക്ഷരത്തിന്റെ ശുശ്രൂഷക്കാർ. ഫലം എന്താ? അക്ഷരം കൊല്ലുന്നു. ഇവരുടെ മുമ്പിലിരിക്കുന്ന അനേകരെ കൊന്നുകൊണ്ടിരിക്കുന്നു. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അവരുടെ ആത്മീയ ജീവിതത്തെ കൊല്ലുന്നു. വളർന്നു വരുന്ന തലമുറകളെ കൊല്ലുന്നു. തലമുറകൾ എഴുന്നേറ്റ് കണ്ടം വഴി ഓടുക, അയ്യോ ഇതിന്റെ മുമ്പിലൊന്നും ഇരിക്കാൻ വയ്യേ എന്ന്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം വരാം, ഇതൊക്കെ ശരിയല്ലേ? ഇതൊക്കെയാണോ ശരി? നിങ്ങൾ ആ 4 സുവിശേഷങ്ങൾ എടുത്തു വെച്ച് വായിച്ചു നോക്കുക. വല്ലതും പറയാനുണ്ടെങ്കിൽ അതിന് യോഗ്യനായ ഒരുവൻ, സാക്ഷാൽ ദൈവം വേഷത്തിൽ ദാസനായി മനുഷ്യ രൂപമെടുത്ത് ഈ ഭൂമിയിൽ ഇറങ്ങി വന്നു. 3.5 വർഷക്കാലം നല്ല അന്തസ്സായിട്ട് ശുശ്രൂഷ ചെയ്തു, കാണിച്ചു, പഠിപ്പിച്ചു, ശിഷ്യന്മാരെ അയച്ചു. എവിടെയെങ്കിലും ഇമാതിരി ഒരു പരിപാടി യേശുവിൽ നിന്നുണ്ടായിട്ടില്ല. അപ്പോൾ ഇവരെ നമുക്ക് എവിടെ കാണുവാൻ കഴിയും? കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയ്ക്കൊപ്പം തന്നെ ഇവരെ കാണുവാൻ കഴിയും. ശിഷ്യന്മാരും ശത്രുക്കളും ഒന്നുമല്ല കേട്ടോ, പരീക്ഷന്മാരാണ്. ഭയങ്കര സംഭവങ്ങളാണ്. പക്ഷേ ഒരുവൻ വർഷങ്ങളായി അവന്മാരുടെ മുമ്പേ ദീനമായിട്ട് കിടക്കുന്നു. വർഷങ്ങളെന്ന് പറഞ്ഞാൽ നീണ്ട വർഷം, 38 വർഷം. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം ഒരു സാമ്പിളാണ്, ബാക്കി നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിക്കൊള്ളണം. 38 വർഷമായി ഈ പരീക്ഷന്മാർ പുസ്തകം വായിച്ച് അറിവ് നേടി നടക്കുന്നവന്മാർ ഇവനെ രോഗിയായി കാണുകയാണ്. ഒരു ദിവസം അവൻ്റെ നല്ല കാലത്തിന്, അതോ നമ്മളിന്നായിരിക്കുന്ന പോലെ കഷ്ടകാലത്തിനോ യേശു അടുത്തു വന്നു, ഇവനെ എഴുന്നേൽപ്പിച്ചു. ഉടനെ പരീക്ഷന്മാർ ചാടി വരിക. ഇവന് സൗഖ്യം വന്നതിലുള്ള സന്തോഷമല്ല, ശബത്തിൽ അത് ചെയ്തു. യേശുവിനോട് ചോദിക്കുക, നീ ശബത്തിൽ ഇത് ചെയ്യാൻ ആരാ? ഞങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ ശബത്തിൽ ഇത് ചെയ്യാൻ പാടില്ലെന്ന്, പ്രമാണമുണ്ടല്ലോ, ഉപദേശമുണ്ടല്ലോ പിതാക്കന്മാരുടെ. അയ്യോ, പിന്നെ തുടരെ ഇതാ പരിപാടി. ആര് സൗഖ്യമാകുന്നു, ആർക്ക് നിത്യജീവൻ ഉണ്ടാകുന്നു, ആർ ദൈവികമായ സന്തോഷം അനുഭവിക്കുന്നു, സമാധാനത്തിലായിരിക്കുന്നു, ഇതൊന്നും ഇവർക്ക് വിഷയമല്ല. നിങ്ങളെ എങ്ങനെ നരകിച്ച് കഷ്ടപ്പെട്ട് ഊപ്പാടുവന്ന് ജീവിച്ചാലും വിഷയമല്ല. പ്രമാണം വിട്ടൊരു കളി വേണ്ട. രോഗി അങ്ങനെ തന്നെയായിരുന്നു. നീ രോഗത്തിൽ തന്നെ നശിച്ചോ, തലമുറകൾ നശിച്ചു പോകട്ടെ, കുടുംബം ഇല്ലാതായി പോകട്ടെ, നീ ഒന്നും ആയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ പ്രമാണം വിട്ടൊരു പിടിയില്ല. ജ്ഞാനികൾ ഇവർ ആരെ പോലെയാണെന്ന് പറഞ്ഞ് മുൻപോട്ട് പോകാം. ഒരിക്കൽ പണ്ടാണ്, ഒരു കഥയാണ്. ഒരു വലിയ യുദ്ധം നടക്കുക. അപ്പോൾ യുദ്ധമുഖത്തേക്ക് രാജാവും പട്ടാളവും മുഴുവനും പോയി. അപ്പോൾ കൊട്ടാരത്തിൽ രാജ്ഞിയും തോഴിമാരും കുഞ്ഞുങ്ങളുമുണ്ട്. അപ്പോൾ ഇവരുടെ കാവലിന് വേണ്ടി വെറും 4 പട്ടാളക്കാർ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ശത്രു രാജ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൂക്കട്ട് മൈൻഡായിരുന്നു, ഇന്നത്തെ നമ്മളിൽ പലരെയും പോലെ. അവന്മാർ യുദ്ധമുഖത്ത് പോകാതെ ഒരു കൂട്ടത്തെ ഈ കൊട്ടാരത്തിൽ അയച്ചു. രാജാവിൻ്റെ സന്തോഷത്തെ തകർക്കണം, രാജ്ഞിയെ കുഞ്ഞുങ്ങളെ കൊല്ലണം. ഇവർ കൊട്ടാരത്തിന് ചുറ്റും പാളയമടിച്ചു. രാത്രിയായപ്പോൾ ഈ 4 പേർക്ക് അറിവ് കിട്ടി. ഇവർക്കൊന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല നോർമലായിട്ട്. പക്ഷേ ഇവർ രാജഭക്തി പ്രകടിപ്പിക്കുവാൻ വേണ്ടി, രാജാവിനോടുള്ള സ്നേഹം കൊണ്ട് അർദ്ധരാത്രിയിൽ അവരുടെ കൂടാരത്തിൽ പോയി അവന്മാരെ എല്ലാം തല്ലിക്കൊന്നു എന്നോ വെട്ടിക്കൊന്നു എന്ന് പറയാം. അപ്പോൾ കൊന്നു. ഇതറിഞ്ഞ് രാജാവിന് ഭയങ്കര സന്തോഷമായി. രാജാവ് വന്നു ഈ 4 പേരെയും വിളിച്ചു. സന്തോഷത്തിൻ്റെ ഒരു വ്യാപ്തി ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പോൾ ഓരോരുത്തരോട് ചോദിച്ചു, നിനക്ക് എന്തു വേണം? എന്തും തരാം. അർത്ഥക്ഷ എസ്തേറിനോട് ചോദിച്ചതുപോലെ ഈ രാജ്യത്തിൻ്റെ പകുതിയും കൂടെ വേണമെങ്കിൽ മുഴുവനും തരാമെന്ന് പറഞ്ഞാണ്. അത്ര രാജാവിന് സന്തോഷമായി. അപ്പോൾ ഒന്നാമൻ സമ്പത്ത് ചോദിച്ചു, രണ്ടാമൻ കൊട്ടാരവും മണിമാളികയും ചോദിച്ചു, മൂന്നാമത്തവൻ ധാരാളം തോഴന്മാർ, അവന് ഇഷ്ടമുള്ളതൊക്കെ ചോദിച്ചു. അപ്പോൾ 4-ാമൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. എല്ലാവരും ആകാംക്ഷയോടെ നോക്കുകയാണ്, ഈ 4-ാമൻ എന്തായിരിക്കും രാജാവിൽ നിന്ന് വാങ്ങുവാൻ പോകുന്നത്. 4-ാമൻ അടുത്ത് വന്നു.
രാജാവ് പറഞ്ഞു, നിനക്കെന്താണ്? ചോദിച്ചു കൊള്ളുക. അദ്ദേഹം പറഞ്ഞു, എനിക്ക് രാജാവിനെ വേണം. രാജാവ് അങ്ങ് അന്തം വിട്ടു. പടയാളികളും മന്ത്രിമാരും രാജസദസ്സൊക്കെ അങ്ങ് നിശ്ചലമായി. ഇതെന്താണ് ഒരു പുതിയ സംഭവം? രാജാവിനെ കിട്ടിയിട്ടോ? രാജാവ് ആശ്ചര്യത്തോടെ ചോദിച്ചു, എന്താ, എന്നെ എന്തിനാ? അപ്പോൾ ഈ പടയാളി പറയുക, രാജാവേ, ഈ രാജ്യത്തുള്ളത് മുഴുവനും അങ്ങയുടെ കാൽ കീഴില്ല. അങ്ങ് എനിക്കൊപ്പം ഉണ്ടെങ്കിൽ അതിനേക്കാൾ വലുത് എന്താ എനിക്കുള്ളേ? അർത്ഥം, ഈ രാജ്യം അങ്ങയുടെ കാൽ കീഴിലും അങ്ങേക്കുള്ളതുമായതുകൊണ്ട് അങ്ങ് എനിക്കൊപ്പമാണെങ്കിൽ ഇതെല്ലാം എനിക്കൊപ്പമാ. ആമേൻ. ഇതാണ് ജ്ഞാനി വീട് ചോദിക്കത്തില്ല, കാറ് ചോദിക്കത്തില്ല, ബംഗ്ലാവ് ചോദിക്കത്തില്ല. ഇതൊന്നും ആവശ്യമില്ല എന്നല്ല, ശ്രദ്ധിക്ക്. ഇതൊന്നുമല്ല ജ്ഞാനിയുടെ പരമപ്രധാനമായ ലക്ഷ്യം. മറ്റുള്ളവൻ നശിച്ചു പോകണോ, അടുത്തവൻ മുടിഞ്ഞ് നാറാണക്കല്ല് പിടിക്കണം, നശിച്ച് അവന്റെ ഊപ്പാട് വരണം, ഇതുമല്ല. ചുറ്റുപാടുള്ളവരെല്ലാം നരകത്തിൽ പോകും, ഞാൻ മാത്രം സ്വർഗത്തിൽ പോകും, ഇതുമല്ല. പിന്നെയോ അവൻ പറയും, എനിക്ക് യേശു മതി. ഓ താങ്ക് ഗോഡ്, എനിക്ക് എൻ്റെ യേശുവിനെ മതി. ഈ പടയാളിയെ പോലെ അവനറിയാമെന്നേ, യേശു വന്നാൽ രോഗം സൗഖ്യമാകും. ആ യേശു കൂടെ ഉണ്ടെങ്കിലോ, ഓ സ്തോത്രം. യേശു വന്നാൽ കല്ലറ തുറക്കും. അപ്പോ യേശു കൂടെ ഉണ്ടെങ്കിലോ, സഹോദര, യേശു വന്നാൽ രോഗം സൗഖ്യമാകും. ആ യേശു നിന്നോട് കൂടെ ഉണ്ടെങ്കിലോ, ഇപ്പോൾ നീ സൗഖ്യമാകുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ സൗഖ്യം നിനക്ക് മാത്രമല്ല, നിന്റെ കുടുംബത്തിനും ഇനി വരുവാൻ പോകുന്ന സകല രോഗത്തിനും സൗഖ്യം. ഓ താങ്ക് ലോർഡ്. യേശു വന്നാൽ വല നിറയും. സത്യമാ. ആമേൻ. യേശു വന്നാൽ വല നിറയും. കൂടെ ഉണ്ടെങ്കിലോ? യേശുവിന്റെ അടുക്കൽ വലിയൊരു കൂട്ടം മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ കടന്നു വരികയാണ്. 5000 പുരുഷന്മാരുണ്ട്, അവരുടെ പെണ്ണുങ്ങളുണ്ട്, അവരുടെ കുഞ്ഞുങ്ങളുണ്ട്. അപ്പോ ഇവരുടെ ആവശ്യം എന്താണ്? യേശുവിൽ നിന്ന് പലതും കേൾക്കണം, എന്തെങ്കിലുമൊക്കെ കിട്ടണം. കിട്ടേണ്ടത് എന്താണെന്ന് യേശുവിന് അറിയാം. അവർക്ക് കൊടുക്കേണ്ടത് കൊടുത്തു, വയറ് നിറയെ ആഹാരവും കൊടുത്തു. നല്ല കാര്യമാണ്. ഞാൻ പറയാൻ പോകുന്നത് അടുത്ത് വന്നവരെ കുറിച്ചല്ല, യേശുവുള്ളവരെ കുറിച്ചാണ്. അവിടെ യേശുവുള്ള 12 പേരുണ്ടായിരുന്നു, 12 ശിഷ്യന്മാർ. നിങ്ങൾ അവിടെ വായിച്ചു നോക്കുക. വചനം പറയുന്നു, യേശുവുള്ള 12 ശിഷ്യന്മാർ തിന്ന് ഏമ്പക്കം വിട്ടു പോയെന്നല്ല, അവർ കുട്ട നിറച്ചെടുത്തു. യേശു ഉണ്ടെങ്കിൽ നീ നിറച്ചെടുക്കും, നീ നന്മ ചുമക്കും. യേശുവിൻ നാമത്തിൽ ആ ജോലി സ്ഥലത്ത് സഹോദര, നിന്റെ ആവശ്യത്തിന് കിട്ടുമെന്നല്ല, മാറ്റിവെക്കുവാൻ, മിച്ചം വയ്ക്കുവാൻ തക്കവണ്ണം നീ നന്മ ചുമക്കുന്നവരായി. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. യേശു ഉണ്ടെങ്കിൽ നീ നന്മ ചുമക്കും. യേശു ഉണ്ടെങ്കിൽ നിനക്ക് സമൃദ്ധി ഉണ്ടാകും. യേശു ഉണ്ടെങ്കിൽ നിന്റെ ഞെരുക്കം മാറും. യേശു ഉണ്ടെങ്കിൽ നിന്റെ ഇല്ലായ്മ മാറും. സഹോദരി, യേശു വന്നാലേ കണ്ണീര് തോരുക. ആ കുഴലൂത്തുകാരൊക്കെ ഇരുന്ന് ഒരേ കരച്ചില. അയ്യോ ബാല മരിച്ചുപോയി, വീട്ടിനകത്ത് അതാ, അയ്യോ മരിച്ചുപോയി, എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, എൻ്റെ കുടുംബം നഷ്ടപ്പെട്ടേ, ഞാനൊന്നുമില്ലാത്തവളായി തീർന്നേ, കണ്ണുനീര. മരണപ്പെട്ടു പോയി. അക്ഷരികമല്ല, ആത്മീയ മരണം, ഭൗതിക മരണമല്ല. ബന്ധങ്ങൾ മരിച്ചുപോയി, ജീവനില്ല, സ്നേഹമില്ല. അയ്യോ നിലവിളി. നീ കരയുന്നുണ്ട്, നിനക്കൊപ്പമുള്ളവർ കരയുന്നുണ്ട്, കുഴലത്തുകാരെ വെച്ച് അവർ കരഞ്ഞതുപോലെ കരയുന്നുണ്ട്. പക്ഷേ യേശു വന്നു, കരച്ചിലിന് കാരണമായി ചത്തത് ജീവിച്ചു. ഇപ്പോൾ യേശു ചത്ത ചിലതിനെ, നിന്റെ കുടുംബ ജീവിതത്തിലെ ചത്ത ചിലതിനെ ജീവിപ്പിക്കുക. യേശുവിൻ നാമത്തിൽ ജീവനുണ്ടാകട്ടെ. താങ്ക് ഗോഡ്. മാതാവേ, പിതാവേ, മക്കൾക്ക് ജീവനുണ്ടാകുക. അയ്യോ, ലവൻ ബന്ധിക്കപ്പെട്ട് കിടക്കുക. എവിടെ? ഗദരദേശത്തിൽ ഒരു അമ്മയുടെ മകൻ. കരച്ചിലാ, വീട്ടിനകത്തിരുന്ന് തള്ള കരയുക, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പല മാതാപിതാക്കളെ പോലെ കണ്ണുനീർ മാത്രമേ ഉള്ളൂ. നിയമത്തിന്റെയും സ്നേഹത്തിന്റെയും വിലങ്ങുകളെ ഉരുമിപ്പൊട്ടിച്ച് കല്ലറയിൽ പാർക്കുന്നു. വിവസ്ത്രനാണ്, നഗ്നനാണ്, അപമാനം, നിന്ദയായി മാറിയിരിക്കുന്നു. ഒരു മാതാവെന്ന നിലയിൽ അടുത്തു പോകുവാൻ പോലും കഴിയാത്ത വിധത്തിൽ. അതേ നിന്നെ കുറിച്ച് മദ്യപിച്ച് ബോധമില്ലാതെ കടന്നു വരുന്ന തലമുറ, അവന്റെ അടുത്ത് പോയി നിൽക്കുവാൻ പോലും ഭയമാകും, പേടിച്ച് കണ്ണുനീരോടെ ആയിരിക്കും. അതേ മാതാവേ, യേശു ഗദരദേശത്ത് കാൽകുത്തി അവനെ നഗ്നനാക്കി കല്ലറയിൽ പാർപ്പിച്ച, വിലങ്ങുകളെ ഉരുമിപ്പൊട്ടിക്കുമാറാക്കിയ ആ ഭൂതം പുറത്തു പോയി. ഇപ്പോൾ നിന്റെ തലമുറകളുടെ മേൽ വെളിപ്പെട്ട് നിൽക്കുന്ന ആ ദുരാത്മാവ്, മദ്യമെന്ന കൂട്ടുകെട്ടെന്ന ദുരാത്മാവ് പുറപ്പെട്ടു പോവുക. യേശു വന്നാൽ ഭൂതം പോവും. ആമേൻ. യേശുവിൻ നാമത്തിൽ സ്തോത്രം. അപ്പൊ യേശു കൂടെ ഉണ്ടെങ്കിലോ ആ ഭൂതം പിന്നെ വരത്തില്ല. ആമേൻ. വരത്തില്ല, സത്യമായിട്ട് വരത്തില്ലേ സഹോദരി? ഇനി അവളുകൾ പണിയും കൊണ്ട് നിന്റെ കുടുംബജീവിതത്തിൽ വരത്തില്ല. സഹോദര,
ഒറ്റ എണ്ണം നിന്റെ കുടുംബജീവിതത്തിന് വിരോധമായി വരത്തില്ല, യേശു ഉണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ എന്ത് ചോദിക്കും? യേശുവിനെ ചോദിക്കും. ഞാനിക്ക് ആവശ്യം ഈ ലോകത്തിലുള്ള ഭൗതിക നന്മകളൊന്നുമല്ല, ഇതെല്ലാം കാൽ കീഴിലാക്കിയിരിക്കുന്ന, ഇതിൻ്റെ എല്ലാം അവകാശിയും ഉടയവനുമായ ദൈവത്തെ അവൻ ആവശ്യം. ആമേൻ. എനിക്കൊപ്പം യേശു വേണം. ഞാൻ പോകുന്നിടത്ത്, ഞാൻ നിൽക്കുന്നിടത്ത്, ഞാൻ ഇരിക്കുന്നിടത്ത്, ഞാൻ കിടക്കുന്നിടത്ത്, ഞാനായിരിക്കുന്ന സ്ഥാനത്ത്. ആമേൻ. യേശു വേണം. റെഡിയാണോ? യേശുവിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഭാഗത്തിലേക്ക് വരുവാൻ റെഡിയാണോ? ജ്ഞാനിയാകുവാൻ. സ്വാർത്ഥ പരാതിപ്പെട്ടിയേ, ജിജ്ഞാസുവേ, ജ്ഞാനിയാകുവാൻ തയ്യാറാണോ? യേശുവിന് വേണ്ടി. ആമേൻ. അപ്പോ ഇതൊക്കെ പറയുമ്പോൾ ചിലർക്ക് ഒരു വിഷമവും ദേഷ്യവും ഒക്കെ വരും. അയ്യോ, ഇങ്ങനെയൊക്കെ പറയുന്നതേ തോന്നും പോലെ ജീവിക്കുവാൻ വേണ്ടിയാ. പ്രമാണത്തിൽ, ഉപദേശത്തിൽ നിന്നാലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ശരിയാണ്. പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുക പ്രമാണത്തിൽ നിൽക്കുവാൻ വേണ്ടി. വണ്ടി അങ്ങോട്ട് തിരിക്കുന്നു, ഇങ്ങോട്ട് തിരിക്കുന്നു. അയ്യോ, കുണ്ടും കുഴിയും കയറ്റവും ഇറക്കവും ഹൈറേഞ്ചിൽ കൂടെ വണ്ടി ഓട്ടിക്കുന്നത് പോലെയാ. ഡ്രൈവറായി ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അയ്യോ, ഒരു വണ്ടി എതിരെ വന്നാൽ എങ്ങോട്ട് തിരിക്കും? ഏത് സൈഡിൽ കൂടെ വണ്ടി കൊണ്ടുപോകും? മഞ്ഞ് വന്നാൽ കണ്ണ് കാണാൻ പറ്റുന്നില്ല. എതിരെ ഏത് വണ്ടിയാ വരുന്നത്? അതിൻ്റെ വേഗത എന്താണ്? നമ്മുടെ വണ്ടിയുടെ വേഗത എന്താണ്? കൊക്കയിൽ പോയാൽ എന്തായിത്തീരും? പേടിച്ച് ജിജ്ഞാസുവേ, ആ വണ്ടിയിലെ ഡ്രൈവർ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് മാറിയിട്ട് യേശുവിനെ അങ്ങ് ഡ്രൈവറായിട്ട് ഇരുത്തിയിട്ട് ബേക്കിൽ സുഖമായിട്ട് പാട്ടും പാടി ഇരുന്നാൽ മതി. ഇത്രയേ ഉള്ളൂ. യേശു ഉള്ളവൻ ഉപദേശത്തിലൊക്കെ യേശു നടത്തിക്കുള്ളൂ. യേശു ഉള്ളവൻ വണ്ടി ഓട്ടിച്ച് പാടുപെടണ്ട, ആ വണ്ടിക്കകത്ത് ഇരുന്നാൽ മതി. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ പാടി, യഹോവ എൻ്റെ ഇടയനാകുന്നു, ഞാൻ ഓടത്തില്ല, യേശു എന്നെ ഓടിക്കും. ആമേൻ. അപ്പോൾ ജ്ഞാനിയാകുവാൻ റെഡിയാണോ? നിങ്ങളുടെ ജീവിതം മാറും, ലൈഫ് ഹാപ്പിയായി മാറും. അപ്പോൾ അതിനായി ദൈവം നിങ്ങളെ ഒരുക്കട്ടെ, സഹായിക്കട്ടെ. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും? ഏത് വിഭാഗത്തിലാണോ നിങ്ങൾ, അവിടെ നിന്ന് ദൈവം നിങ്ങളായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, യേശുവിന് വേണ്ടി കാത്തിരിക്കുന്ന, യേശുവിനെ സ്വീകരിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്ന, യേശുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിഭാഗത്തിലേക്ക്, ജ്ഞാനികളുടെ വിഭാഗത്തിലേക്ക് നിങ്ങൾ വരിക. അതുപോലെ നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് എത്തിക്കുക. ഇതുപോലുള്ള മെസ്സേജുകൾ എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. കാണുക, കണ്ട് അനുഗ്രഹം പ്രാപിക്കുക. ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ ഭാരത്തോടെ ആയിരിക്കുന്നെങ്കിൽ മടിക്കാതെ പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കും. അനുഗ്രഹം കാണുവാൻ ഞങ്ങൾ നിങ്ങൾക്കൊപ്പം കാണും. അതുപോലെ ഈ മെസ്സേജ് നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ കാരണമായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയിലെ അനുഗ്രഹിക്കപ്പെട്ട അനേക കുടുംബങ്ങളാണ്. അവരെ പോലെ നിങ്ങൾക്കും ഈ മെസ്സേജ് അനേകരിലേക്ക് എത്തിക്കുവാൻ അവസരമുണ്ട്. കോൺടാക്ട് ചെയ്യുക. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹീതമായ നല്ല സമയം അടിയനൊപ്പമായിരുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ, ചിലർ ഇന്ന് മാറി കർത്താവിൽ നിന്ന് പ്രാപിച്ചത് ചുമക്കുന്ന ദിവസമായി മാറട്ടെ. തൊഴിൽ മേഖലയിൽ ഇവർ വർദ്ധിച്ചു വരട്ടെ. ജോലി സംബന്ധമായുള്ള സകല വെല്ലുവിളികളും മാറട്ടെ. ജോലികളില്ലാതെ ഭാരപ്പെടുന്നവർക്ക് ജോലികൾ ലഭിക്കട്ടെ. സകല വെല്ലുവിളികളും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറുന്ന കൃപയ്ക്കായി കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി മാറട്ടെ. കുടുംബത്തിനകത്ത് സന്തോഷവും സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാവി ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. വിവാഹബന്ധങ്ങൾ നടക്കട്ടെ. വിദ്യാഭ്യാസ മേഖലകൾ അനുഗ്രഹമായി തീരട്ടെ. റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. സ്തോത്രം. സ്വന്തം ഭവനമില്ലാതെ ഭാരപ്പെടുന്നവർ ഭവനങ്ങൾ പൂർത്തീകരിക്കപ്പെടട്ടെ. പണിത് തുടങ്ങിയത് പൂർത്തീകരിക്കപ്പെടട്ടെ. വസ്തുക്കൾ, ഭവനങ്ങൾ വാങ്ങട്ടെ. കടഭാരം മാറട്ടെ. ഇല്ലായ്മ മാറട്ടെ. ദാരിദ്ര്യം മാറട്ടെ. സമൃദ്ധി ഉണ്ടാകട്ടെ. മദ്യവും കൂട്ടുകെട്ടുകളും തകർത്ത് കളഞ്ഞ കുടുംബങ്ങൾ പണിതുയർത്തപ്പെടട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. ബിസിനസ്സുകൾ അനുഗ്രഹമായി തീരട്ടെ. സ്വയം തൊഴിലുകൾ, കച്ചവടങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. സ്തോത്രം. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അടുത്ത ആഴ്ച ഇതേ സമയം നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തോടൊപ്പം നാം പിന്നെയും ഒരുമിച്ചായിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11 മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും. ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും
വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രൈഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക. പാസ്റ്റർ രതീഷ് JS, മൊബൈൽ നമ്പർ 8921632290. സിസ്റ്റർ വിജി രതീഷ്, മൊബൈൽ നമ്പർ 7561838946. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രൈഷർ ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക.